ഹലോ ഫ്രണ്ട്സ്, കാഡ്ബറി ഡയറി മിൽക്ക് സിൽക്കിൻ്റെ ഡെസേർട്ട്സിൽ ഉൾപ്പെടുന്ന ബ്രൗണിയാണ് ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഡെസേർട്ട്സിൽ പ്ലം കേക്കും കൂടെയുണ്ട്. അത് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ദയവായി എല്ലാവരും അതും കാണുക. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പാക്കറ്റിൻ്റെ വില 140 രൂപയാണ്. 70 ഗ്രാമാണ് നെറ്റ് വെയ്റ്റ്. മെൽറ്റിംഗ് പോയിൻറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ അതിന് താഴെ സൂക്ഷിക്കണമെന്ന് അവർ വാർണിംഗ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിൽ കൺസ്യൂം ചെയ്യുന്നതാണ് ബെസ്റ്റ് എക്സ്പീരിയൻസിന് നല്ലതെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അത് പ്ലം കേക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഏറ്റവും ടേസ്റ്റായിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ്. ഇനി നമുക്ക് ഈ ഒരു പേപ്പർ ബോക്സ് കവറിങ് തുറന്ന് നോക്കാം. ഈ ബോക്സ് രണ്ട് സൈഡിലും ഒരു റൗണ്ട് ഷേപ്പിലുള്ള ട്രാൻസ്പാരൻറ്റ് സെല്ലോ ടേപ്പ് പോലെയുള്ളൊരു സാധനത്തിൽ സിൽക്ക് ഡെസേർട്ട് എന്ന് എഴുതിയ ഒരു സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അത് തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതിൽ അവർ എസ് എന്ന് എഴുതിയിട്ടുണ്ട്, അതായത് സിൽക്കിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് എസ് എന്ന് എഴുതിയിട്ടുണ്ട്. എസ് സിൽക്ക് ഡെസേർട്ട് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിന് വരെ ഒരു സിൽക്കിൻ്റെ ആ ഒരു പ്രീമിയം സ്റ്റാറ്റസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പർ ബോക്സ് കവറിങ്ങിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. ഒരു എയർ ഫിൽഡ് പാക്കറ്റാണ്. ഈ എയർ ഫിൽഡ് പാക്കറ്റിൻ്റെ മുകളിലുള്ള ഡിസൈനും പേപ്പർ ബോക്സിൻ്റെ മുകളിലുള്ള ഡിസൈനും ഏകദേശം സെയിം തന്നെയാണ്. ഈ പാക്കറ്റിൻ്റെ ആ ഡിസൈനിൽ വരുന്ന ഒരു സിൽക്ക് എന്നെഴുതിയ ഒരു ബാറ് കണ്ടോ, അതുപോലെയാണ് ഇതിൻ്റെ അകത്ത് അടുക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ 1.5 പീസാണ് ഒരു സെർവ് എന്ന് പറയുന്നത്, അതായത് എസ് എന്നെഴുതിയ 3 കട്ടകൾ. അതുപോലെ ഒരു സെർവ് എന്ന് പറയുന്നത് 20 ഗ്രാമാണ്. ഡു നോട്ട് സ്റ്റോർ എബവ് ടെമ്പറേച്ചർ 25 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ പലയിടത്തും വാർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അത് വായിക്കണമെന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കാം. ഇനി നമുക്ക് ഈ എയർ ഫിൽഡ് പാക്കറ്റ് പൊട്ടിച്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എനിക്ക് സിൽക്കിൻ്റെ എല്ലാ സീരീസിലെയും ഈ ഒരു എയർ ഫിൽഡ് പാക്കറ്റ് തുറക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നല്ല ബട്ടർ സ്മൂത്തായിട്ട് കണ്ടോ ഇങ്ങനെ അങ്ങ് വരും. നമുക്ക് സാധാരണ ബാക്കിയുള്ള മുട്ടായിൽ ഇത്രയും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല ഇത് തുറന്ന് വരുന്നത്. പിന്നെ ടെമ്പറേച്ചർ ട്രിവാൻഡ്രത്ത് നല്ല കൂടുതലാണ്. 25 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഇവിടെ കണ്ട കാലം മറന്നു. അറൗണ്ട് 35 ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. സോ നല്ല രീതിയിൽ മെൽറ്റായിട്ടുണ്ടായിരുന്നു. നല്ല മെൽറ്റായിട്ടാണ് ഇരുന്നത്. പക്ഷേ മെൽറ്റാവും തോറും അതിൻ്റെ ടേസ്റ്റ് വളരെയധികം കൂടുതലാണ്. നിങ്ങളിതിൽ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ ജസ്റ്റ് നട്ട്സ് കാണാൻ പറ്റും. ഞാൻ നട്ട്സ് സെപ്പറേറ്റ് എടുത്തിട്ടില്ല. ചെറിയ ബിറ്റ്സ് പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നതെല്ലാം അതിൻ്റെ അകത്തുള്ള നട്ട്സാണ്. വാൾനട്ടിൻ്റെ പിക്ചറാണ് അവർ പുറത്ത് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഒരു സാൻഡ്വിച്ച് രീതിയിലാണ് അവർ ഈ ചോക്ലേറ്റും കേക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാഡ്ബറി ചോക്ലേറ്റ് ചുറ്റും നടുക്കായിട്ട് ബ്രൗണിയുടെ പീസസ് ഉണ്ട്, ബ്രൗണിയുടെ കേക്ക് ഉണ്ട്. കഴിച്ച് നോക്കിയപ്പോൾ അപാര ടേസ്റ്റാണ് കേട്ടോ. മെൽറ്റ് ചെയ്തിങ്ങനെ ഇരിക്കും തോറും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നും. ഡ്രൈ ആയിട്ടിരുന്നാലും ഭയങ്കര ഫ്രീസ് ആയിട്ടിരുന്നാലും നമുക്ക് ഒട്ടും അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല. ശരിക്കും ഞാൻ പെട്ടെന്ന് തന്നെ ഫുള്ള് കഴിച്ചു കേട്ടോ. മൊത്തത്തിൽ 5 ഫിംഗേഴ്സ് ഉണ്ടായിരുന്നു. കണ്ടോ, ഇതിൽ എസ് എന്നുള്ള ആ ഒരു ഇംപ്രിൻറ്റേഷൻ ഒരല്പമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇത് തുറക്കുമ്പോഴത്തേക്ക് നട്ട് കണ്ടോ, ചെറുതായിട്ട് ആ ഒരു നട്ട് കാണാൻ പറ്റും. പ്ലം കേക്ക് പോലെ തന്നെ ബ്രൗണിയും നല്ല ടേസ്റ്റാണ്. അതായത് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ബ്രൗണിയുടെ മുകളിൽ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് തരത്തില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. പക്ഷേ ആ ചോക്ലേറ്റ് ഗണാഷ് കാഡ്ബറിയുടെ ആയിരിക്കണം. നമുക്ക് സാധാരണ കിട്ടുന്ന ചോക്ലേറ്റ് ഗണാഷും കാഡ്ബറിയുടെ ചോക്ലേറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.